നിങ്ങളുടെ ആർട്ടിസ്റ്റ് കരിയർ നല്ലൊരു സക്സസ്ഫുൾ ആർട്ടിസ്റ്റ് ആവാനുള്ള നിങ്ങളുടെ ഒരു കരിയർ ഒരു ട്രീ ഓഫ് ആർട്ട് ആണെന്ന് വിചാരിക്കുക. ആർട്ടിന്റെ ഒരു മരമാണെന്ന് വിചാരിക്കുക. അതിലെ വേരുകൾ എന്ന് പറയുന്നത് ബേസിക്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണ്. ഡ്രോയിങ്ങിൽ എടുക്കുകയാണെങ്കിൽ അതിലെ ബേസിക് ഷേപ്സ്, ബേസിക് ലൈൻസ് അല്ലെങ്കിൽ സ്കെച്ചിങ്, ഷെയ്ഡിങ്, ലൈറ്റ് ആൻഡ് ഷാഡോ, ഇതെല്ലാം അതിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വരും. ഇനി ആ ട്രീയുടെ തടിയുടെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലേണിംഗ് ആയിരിക്കാം, നിങ്ങളുടെ പ്രാക്ടീസ് ആയിരിക്കാം, ആൻഡ് നിങ്ങളുടെ കൺസിസ്റ്റൻസി ആയിരിക്കാം. ആ ട്രീയുടെ ബ്രാഞ്ചസും ലീവ്സും എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന റിസൾട്ട്സ് ആയിരിക്കും. നല്ല പെയിന്റിങ്സ് ആയിരിക്കാം, പെയിന്റിംഗ് എക്സിബിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. പലപ്പോഴും പലരും കാണുന്നത് ട്രീയുടെ ഏറ്റവും മുകളിലുള്ള ആ ബ്രാഞ്ചസും അതിലെ പൂക്കളും പഴങ്ങളും മാത്രമാണ്. അതിന്റെ താഴത്തിട്ടുള്ള തടിഭാഗവും അതിന്റെ ഏറ്റവും മണ്ണിന്റെ ഉള്ളിലുള്ള വേരുകളും ആരും കാണാറില്ല. ശരിക്കും നിങ്ങളുടെ ആർട്ടിസ്റ്റ് കരിയറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കൃത്യമായിട്ടുള്ള ബേസിക്സ് മുതൽ ഫൗണ്ടേഷൻസ് മുതൽ ആർട്ട് പഠിച്ചെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനും അത് കൺസിസ്റ്റന്റ്ലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളെന്ന വ്യക്തിയുടെ ക്യാരക്ടർ കുറെ കൂടി ബെറ്റർ ആക്കാനും നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ശരിക്കും മരങ്ങളും ചെടികളും ഒക്കെ സൂര്യനെ നോക്കിയിട്ടാണ് വളരുന്നതെന്നാണ് പറയാറുള്ളത്. ശരിക്കും നമ്മുടെ ആർട്ട് കരിയർ അങ്ങനെ തന്നെയാണ്. നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ നോക്കിയിട്ടാണ് വളരുന്നത്. പക്ഷെ വീണ് പോകാതിരിക്കാനായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലേണിങ്സിൽ, കൃത്യമായിട്ടുള്ള പ്രാക്ടീസിൽ നമ്മൾ ഫോക്കസ് കൊടുക്കും.